കൊച്ചി ഇരുമ്പനം IOCയിൽ ട്രക്ക് ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. 55 ലോറികളുള്ളവർക്ക് മാത്രമേ പുതിയ കരാറിൽ പങ്കെടുക്കാൻ കഴിയൂവെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതോടെ സംസ്ഥാനത്തെ ഇന്ധന നീക്കം പൂർണ്ണമായി നിലച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ തൊഴിലാളികളുടെ പ്രതിനിധികളും IOC മാനേജ്മെന്റും ചർച്ച നടത്തും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇരുമ്പനം പ്ലാന്റിലെ പുതിയ കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ട്രക്ക് ഉടമകളും തൊഴിലാളികളും അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. IOCയിൽ നിന്നും ദിനംപ്രതി 610 ലോറികളാണ് സംസ്ഥാനത്തെ 12 ജില്ലകളിലേക്ക് ലോഡുമായി പോകുന്നത്. പുതിയ കരാർ പ്രകാരം ലോഡ് കൊണ്ടുപോകുന്ന ലോറികളുടെ എണ്ണം 580 കുറച്ചു. മാത്രമല്ല 55 ലോറികളുള്ളവർക്ക് മാത്രമേ കരാറിൽ പങ്കെടുക്കാനും കഴിയൂ. ചെറുകിട ലോറി ഉടമകളെയും ഡീലർമാരെയും ദോഷമായി ബാധിക്കുന്നതാണ് പുതിയ കരാർ. കരാറിലെ ഈ വ്യവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുൻപ് 2 തവണ തൊഴിലാളികളും ട്രക്ക് ഉടമകളും സമരം നടത്തിയിരുന്നു. അന്ന് ജില്ലാ ഭരണകൂടവും IOC മാനേജ്മെന്റും വ്യവസ്ഥയിൽ ഇളവ് വരുത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതുവരെ വ്യവസ്ഥയിൽ മാറ്റം വരാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. സമരം ആരംഭിച്ചതോടെ ഇന്ധന നീക്കം പൂർണ്ണമായും നിലച്ചു. സമരം ഒത്തുതീർക്കാൻ ഗതാഗത മന്ത്രി ഇന്ന് വൈകുന്നേരം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.